Menstrual health and hygiene is now part of Article 21, Right to Life and Dignity. ഐ നോ എന്നെപ്പോലെ ഒരുപാട് പേർക്ക് ദിസ് ഈസ് സംതിങ് ഡീപ്ലി പേഴ്സണൽ. നിങ്ങൾക്ക് ഒരു സർക്കാർ സ്കൂളിലോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിലൊക്കെ പഠിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ മേ ബി ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഈവൻ ചില പ്രൈവറ്റ് സ്കൂളിൽ പോലും വാഷ്റൂംസ് ആർ നോട്ട് വെൽ മെയിൻറ്റെയിൻഡ്. എസ്പെഷ്യലി നമ്മുടെ മെൻസ്ട്രേഷൻ ടൈമിലാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. സ്കൂൾ ടൈമിലൊക്കെ കോമ്പറ്റീഷൻസിനൊക്കെ പോയവർക്ക് കുറച്ചും കൂടി മനസ്സിലാവുമായിരിക്കും. ഞാൻ സ്പോർട്സിൽ ആ സമയത്ത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സമയത്തൊക്കെ ചെയ്തതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി അറിയാം. സ്പോർട്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ സ്കൂളുകളിലായിരിക്കും ഈ ടൂർണമെന്റ്സ് നടക്കുന്നത്. അവിടുത്തെ ബെഞ്ചിലും ഡെസ്കിലൊക്കെയാണ് കിടന്നുറങ്ങുന്നത്, വിച്ച് ഇസ് ടു ആൻ എക്സ്റ്റെന്റ് ഫൈൻ. പക്ഷേ മെൻസ്ട്രേറ്റിംഗ് ടൈമിൽ നമ്മൾ ഇത്രയും ഔട്ട്ഡോറിൽ വെയിലത്ത് കളിച്ചതിന് ശേഷം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ആവശ്യം ഒരു ക്ലീൻ വാഷ്റൂം ആണ്, ഡിസ്പോസൽ ഫെസിലിറ്റീസ് ആണ്, ഫങ്ഷണൽ ടോയ്ലറ്റ്സ് ആണ്. പക്ഷേ ഇത് കിട്ടാത്തൊരു അവസ്ഥ ഇസ് സംതിങ് റിയലി പാത്തറ്റിക്. നോർത്തിലോട്ടൊക്കെ പോകുമ്പോഴായിരുന്നു കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. കാരണം 3-4 ദിവസം ട്രെയിനിൽ തന്നെ ആയിരിക്കും. പലപ്പോഴും വാഷ്റൂംസ് അന്ന് ക്ലീൻ ആയിരിക്കില്ല. പിന്നെ അന്ന് സ്കൂൾ കുട്ടികളാണല്ലോ, അപ്പോൾ കയ്യിൽ ഫോൺ ഉണ്ടാവില്ല, കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള അത്രയും ഒന്നും അവയർനെസ് അന്ന് ഉണ്ടാവില്ല. അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു സൊല്യൂഷൻ. പിന്നെ കോമ്പറ്റീഷൻ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാലും പലപ്പോഴും ക്ലീൻ വാഷ്റൂംസ് അവൈലബിൾ ആയിരിക്കില്ല. സോ അവിടെയൊക്കെ കോംപ്രമൈസ് ആവുന്നത് നമ്മുടെ മെൻസ്ട്രൽ ഹെൽത്തും ഹൈജീനൊക്കെ ആയിരുന്നു. ഒരു സീനിയർ ലെവൽ എത്തിയപ്പോൾ ഇതിനൊക്കെ മാറ്റം വന്നു. ലൈക്ക് വി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഗുഡ് അക്കോമഡേഷൻ ആൻഡ് വാഷ്റൂം ഫെസിലിറ്റീസ്, എവറിത്തിങ് വാസ് പ്രൊവൈഡഡ്. അതും പറയണല്ലോ. പക്ഷേ ആ സ്കൂൾ കാലഘട്ടത്തിലെ അവസ്ഥ തന്നെയായിരുന്നു. ഞാൻ ആദ്യം പഠിച്ച സ്കൂളിലെ വാഷ്റൂംസ് വളരെയധികം നീറ്റായിട്ടായിരുന്നു വെച്ചിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു വാഷ്റൂം ഒരു പ്രശ്നമാണ് എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഓൺലി ആഫ്റ്റർ ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദെയർ ഐ ഗോട്ട് ടു നോ ദാറ്റ് പലപ്പോഴും പല എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ക്ലീൻ വാഷ്റൂം എന്നുള്ളത് ഒരു പ്രിവിലേജ് ആയിരുന്നോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് തുടങ്ങി. ജിയോ റിലേറ്റഡ് റിസർച്ച് പ്രകാരം ഒരു വർഷം 23 മില്യൺ പെൺകുട്ടികളാണ് മെൻസ്ട്രൽ പോവർട്ടി കാരണം സ്കൂളുകളിൽ നിന്നും ഡ്രോപ്പ് ഔട്ട് ആവുന്നത്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ കാരണം ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ സ്കൂൾ കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി. സോ ഡെഫിനറ്റ്ലി ഇപ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ആൻഡ് ഡിയർ ഗേൾസ്, നിങ്ങൾ ആരെങ്കിലും ഇതേപോലത്തെ സിമിലർ സിറ്റുവേഷൻ ഫേസ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് ആൻഡ് ഡിമാൻഡ് യുവർ റൈറ്റ്സ്. കാരണം നിങ്ങളൊരു എക്സ്ട്രാ കംഫർട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ലക്ഷറി ഒന്നും അല്ല സീക്ക് ചെയ്യുന്നത്. യു ആർ സീക്കിംഗ് യുവർ ബേസിക് നെസസിറ്റി, your basic rights, your fundamental rights. So don't hesitate. ഇപ്പോൾ ഞാൻ ഗേൾസിൻ്റെ കാര്യങ്ങൾ മാത്രം സംസാരിച്ചു ഡസൻ മീൻ ബോയ്സിന് ഇതൊന്നും ബാധകമല്ല. എല്ലാവർക്കും ക്ലീൻ വാഷ്റൂം ഒരു ബേസിക് നെസസിറ്റി ആണ്. അത് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. Any girl missing school because of menstrual poverty is actually a discrimination. It's inequality. Menstrual poverty is actually stealing our equality, dignity, education, our future, our potential, everything. So നോ മോർ ഡ്രോപ്പ് ഔട്ട്സ് ആൻഡ് നോ മോർ സൈലൻസ്. എല്ലാ സർക്കാർ സ്കൂൾ, ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾ അല്ലെങ്കിൽ എല്ലാ പ്രൈവറ്റ് സ്കൂളുകളും ഇങ്ങനെയാണ്, അങ്ങനെ ഞാൻ ജനറലൈസ് ചെയ്യല്ല. പിന്നെ ഈവൻ എല്ലാ ഓർഗനൈസേഴ്സും അല്ലെങ്കിൽ എല്ലാ കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യുന്നവരും ഇതുപോലെയാണെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചില അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്ത ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ ഐ എം ഷുവർ ദാറ്റ് പല ഗേൾസിനും പല അനുഭവങ്ങളുണ്ടാവും. എല്ലാവരും ഇതൊക്കെ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടാവും വൺ ഓർ ദി അതർ വേ. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.